നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. പ്രതി കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അഷ്കറിന്റെ സഹോദരി. കൈ ഒടിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും പ്രതി അഷ്കറിന്റെ സഹോദരിയും അമ്മയും പറഞ്ഞു. അതേസമയം അഷ്കറിന്റെ ക്രൂരതകൾ വിവരിച്ച് ആദ്യ ഭാര്യ ആമിന രംഗത്തെത്തി. പ്രതികൾക്കായി നെടുമങ്ങാട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിന്റെ ക്രൂര മനോവൈകൃതത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആദ്യ ഭാര്യ ആമിനയെ വിവാഹശേഷം ക്രൂരമർദ്ദനത്തിനാണ് ഇരയാക്കിയത്. വിവാഹ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പണത്തിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായി. തന്റെ തല ഭിത്തിയിലിടിച്ചു, അടിവയറ്റിൽ ചവിട്ടി തുടങ്ങി ക്രൂര ശാരീരിക പീഡനമാണ് താൻ നേരിട്ടത്. ഇതിന്റെ ഭാഗമായാണ് തനിക്ക് ട്യൂമർ വന്നതെന്നും ചികിത്സയിൽ തുടരുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ആമിനയുടെ പേരിൽ 4 പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നായി അഷ്കർ ലോൺ എടുത്തിരുന്നതായും ആമിനയുടെ ഉമ്മ പറഞ്ഞു. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, മോളെ ആധാർ, മോളെ ATM കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഇവര് ഈ മോളെ കൊണ്ട് 4 ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പർ കൊടുത്താണ് എടുപ്പിച്ചിരിക്കുന്നത്. അഷ്കറിന്റെ ഉമ്മയും സഹോദരിയും ചേർന്ന് മർദ്ദിച്ചിരുന്നതായും ആമിന പറയുന്നു. മകൾ നേരിട്ട സമാനതകളില്ലാത്ത ക്രൂര പീഡനത്തിന് നിയമ പോരാട്ടം തുടരുമെന്ന് ആമിനയുടെ ഉമ്മ ഷജലയും വ്യക്തമാക്കി. ഇതിനിടെ അഷ്കർ കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അഷ്കറിന്റെ സഹോദരി വെളിപ്പെടുത്തി. കൈയൊടിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഭക്ഷണം കഴിക്കാത്തതിന് നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും അഷ്കറിന്റെ സഹോദരിയും അമ്മയും പറഞ്ഞു. അഷ്കർ അടിക്കും പോലെ തന്നെ കൂടുതൽ അവൻ ആഹാരം കഴിക്കാതെ വിഷാഹാരം കഴിക്കാറില്ല. ഈ കൊച്ച് നിർബന്ധം പിടിച്ച് കരയും. ചായ അല്ലാതെ വേറെ ഒന്നും കഴിക്കാറുമില്ല. അങ്ങനെ ആഹാരം കഴിക്കാതെ ആകുമ്പോഴത്തേക്ക് ഇവളും അടിക്കാറുണ്ട്. ഇളിക്ക് താഴെയോടെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ അടിക്കുന്നു. ചുള്ളിക്കമ്പ് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു മരം നിൽപ്പുണ്ട്, ഒരു പൂത്ത് ഉലങ്ങി കിടക്കുന്ന ഒരു മരം വീട്ടിന്റെ ഫ്രണ്ടിൽ. അതിൽ നിന്ന് ഒടിച്ച് കൊണ്ടുവന്നാണ് ഇവരെ അടിക്കുന്നത്. നിലവിൽ പ്രതി അഷ്കറും കുട്ടിയുടെ അമ്മ അഖിലയും റിമാൻഡിൽ തുടരുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.